പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുട്ടാണ്. പക്ഷേ പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഉണ്ടാക്കാൻ. പക്ഷേ ഈ പുട്ടിൻ്റെ കൂടെ കറിയൊന്നുമില്ലാതെ നമുക്ക് ഈ പുട്ട് എങ്ങനെ കഴിക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കറികളൊന്നും കൂടാതെ തന്നെ ഈ പുട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് സാധാരണ പുട്ട് കുഴച്ചെടുക്കുന്നത് പോലെ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് പുട്ടുപൊടി കുഴച്ചെടുക്കാം. പുട്ടുപൊടിയൊക്കെ കുഴച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കാം. അപ്പോൾ പുട്ട് നല്ലവണ്ണം നനച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും നനച്ചെടുക്കുക എന്നല്ലേ പറയാം, നമ്മൾ അങ്ങനെ വെള്ളം അധികം ചേർത്ത് ഇതാക്കുന്നില്ലല്ലോ. അപ്പം നല്ലവണ്ണം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നമുക്കിതിനാവശ്യമുള്ളത് തേങ്ങയും ചിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് നമുക്കിത് ഓരോ ലെയറാക്കി ഇട്ട് കൊടുക്കാം. അറിയാമല്ലോ, പുട്ടിൻ്റെ കുറ്റിയുടെ ഉള്ളിൽ ചില്ലിടുക, അല്പം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മുടെ അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ ഈ പുട്ടുപൊടിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ, ഇതിന് പ്രത്യേകതയൊന്നുമില്ല. പിന്നെ അല്പം കുറച്ച് കൂടെ തേങ്ങ ഇടുക. പിന്നെ ആദ്യം കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 4 കഷ്ണം പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ ഒരു സ്പേസാണ് ഉള്ളത് എൻ്റെ കുറ്റിക്ക്. അപ്പോൾ കുറച്ച് മുകളിൽ അല്പം തേങ്ങയും വെച്ച് നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെള്ളം നല്ലവണ്ണം ചൂടായതിന് ശേഷം പുട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ കുറ്റിയെടുത്ത് നമുക്കിതിൽ വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി കുറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം പുട്ടിന് ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത സെറ്റ് കൂടെ വെക്കാം. അങ്ങനെ 2 കുറ്റി പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റാം. അപ്പം നമുക്ക് ഈ പുട്ട് ഈ പ്ലേറ്റിലേക്ക് ഊരി കൊടുക്കാം. നമ്മുടെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതും കൂടെ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് പുട്ടും കൂടി റെഡി ആയിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇവിടെ ഇട്ടു. അങ്ങനെ നമ്മുടെ 2 കുറ്റി പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആ ചൂടോടെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ പുട്ടുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ സൈഡിലാണ് കേട്ടോ വന്ന് കിടക്കുന്നത്, അതുകൊണ്ട് കടുക് ഞാൻ അവിടെ ഇട്ട് കൊടുത്തത്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴച്ചെടുക്കുക. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടുക. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതാക്കിയാൽ മതി. ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് അരിഞ്ഞത്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടാലും മതി. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അരിഞ്ഞിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. 1/2 കഷ്ണം ക്യാരറ്റും അതുകൂടെ ഇട്ട് കൊടുക്കുക.
ഇതുകൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ ക്യാരറ്റ് ഒഴിവാക്കാം കേട്ടോ. വെറും സവാള മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, അധികം വാടേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. അതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 4 കോഴിമുട്ട. കോഴിമുട്ട ഒന്ന് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നാല് കോഴിമുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചിക്കി കൊടുക്കുക. ഇനി ഇതുകൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പം മുട്ടയും സവാളയും ക്യാരറ്റൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പുട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. പുട്ട് കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കണം കേട്ടോ. വീണ്ടും നമ്മളിത് എന്തായാലും ഉണ്ടാക്കി നോക്കൂ. അത്രക്കും ടേസ്റ്റാണ് ഈ സാധനം. നമുക്ക് ഇതിൻ്റെ കൂടെ കറിയോ ഒന്നും വേണ്ട, ഈ ഒരു സാധനം ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട നല്ല പോരായെങ്കിൽ കുറച്ചുകൂടെ ഒരു 2 മുട്ട കൂടെ എക്സ്ട്രാ ആണെങ്കിൽ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കുറക്കലും കൂട്ടലൊക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. പുട്ടൊക്കെ നല്ലോണം പൊടിച്ചിട്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ കട്ട കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ പുട്ടുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ടല്ലോ, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പുട്ടുമാവ് റെഡി ആയിട്ടുണ്ട്.